എറണാകുളം കളമശ്ശേരിയിൽ സ്റ്റോപ്പിൽ ബസ് നിർത്താത്തതിനെ ചൊല്ലി സംഘർഷം. കണ്ടക്ടറും യാത്രക്കാരിയും തമ്മിൽ കയ്യാങ്കളിയും മർദ്ദനവും ഉണ്ടായി. കണ്ടക്ടർ യാത്രക്കാരിയെ മർദ്ദിച്ചു. പിന്നാലെ യാത്രക്കാരിയുടെ ബന്ധുക്കളെത്തി കണ്ടക്ടറെ വീണ്ടും മർദ്ദിച്ചു. ബസ്സിൽ ഉണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിൽ കയ്യാങ്കളി നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഏത് ബസ്സിലായിരുന്നു ഇത്? പ്രജീഷ്, ആലുവ NED ജംഗ്ഷൻ എറണാകുളം റൂട്ടിലോടുന്ന ബസ്സിൽ ഇന്നലെയുണ്ടായ കയ്യാങ്കളിയുടെയും സംഘർഷത്തിന്റെയും ദൃശ്യമാണിത്. കഴിഞ്ഞയാഴ്ച ഒരു സ്ത്രീ ബസ്സിൽ കയറിയിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിർത്താത്തതിനെ ചൊല്ലി ഈ സ്ത്രീയും കണ്ടക്ടറും തമ്മിൽ ചെറിയ തർക്കമുണ്ടായിരുന്നു. ഇന്നലെ വീണ്ടും ഇതേ സ്ത്രീ ഈ ബസ്സിൽ കയറി. നേരത്തെ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പോയതിനെക്കുറിച്ച് സംസാരമുണ്ടായി. ഇത് വാക്കേറ്റമായി. ഈ വാക്കേറ്റത്തിന് ഒടുവിൽ ഈ സ്ത്രീ കണ്ടക്ടറുടെ പുറത്ത് ഒന്ന് തല്ലുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതോടെ കണ്ടക്ടർ അങ്ങേയറ്റം കുപിതനാവുകയും ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ ആ സ്ത്രീക്ക് നേർക്ക് ക്രൂരമായ അതിക്രമം അഴിച്ചുവിടുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരൊക്കെ സംഘർഷമുണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടും സംഘർഷം തുടരുകയായിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് 5:45 മണിയോടുകൂടി NED ജംഗ്ഷൻ അടുത്ത് വെച്ചാണ് ബസ് കണ്ടക്ടറായ സലീമിന് മർദ്ദനമേറ്റത്. ബസ്സിന് ഉള്ളിൽ വെച്ച് കണ്ടക്ടർ മർദ്ദിച്ച സ്ത്രീയുടെ ബന്ധുക്കളാണ് സലീമിനെ മർദ്ദിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഒരു 16-അംഗ സംഘം ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടറെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി മാരകായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് കേസ്. സലീമിന്റെ മുഖത്തിനും തലയ്ക്കും പരിക്കുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അക്രമത്തിന്റെ പേരിൽ ആക്രമിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതാനും പേർ കളമശ്ശേരി പോലീസിന്റെ പിടിയിൽ ആണ് താനും. അതേസമയം ഈ കണ്ടക്ടർ ഈ ഡ്യൂട്ടി സമയത്ത് ബസ് യൂണിഫോം ധരിച്ചിരുന്നില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പലപ്പോഴും പലയിടങ്ങളിലും ബസ് വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്ന സംവിധാനമൊക്കെ എറണാകുളം നഗരത്തിലുണ്ട്. പക്ഷേ പരിശോധനകളൊന്നും പലപ്പോഴും അത്ര കാര്യക്ഷമമല്ല. അതൊക്കെയാവാം ഇത്തരം അതിക്രമങ്ങൾക്കുള്ള കാരണം. പക്ഷേ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ ഈ കണ്ടക്ടർ തുരുതുര ഈ സ്ത്രീയെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിന് പ്രതികാരം എന്നോണമാണ് ഈ കണ്ടക്ടറെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കിയുള്ള മർദ്ദനമുണ്ടായത്. അതിനുശേഷം നാട്ടുകാരും അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒക്കെ ചേർന്നാണ് ഈ കണ്ടക്ടറെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കണ്ടക്ടറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോയ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ഡ്രൈവറെ വലിച്ച് പുറത്തിടുകയും അവിടെ വെച്ചും കണ്ടക്ടറെ മർദ്ദിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. പ്രദീപ് ജോസഫ് പറഞ്ഞതുപോലെ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ബസ്സിൽ. പിന്നീട് തടിച്ച കണ്ടക്ടറെ ഈ സ്ത്രീയുടെ ബന്ധുക്കൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതിലും കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മർദ്ദനമേറ്റ ആൾ, ഈ കണ്ടക്ടർ, ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.